ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് കാണുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുണ്ടായ 10 മണി പൂക്കൾ കാണിച്ചിരുന്നു. അതെല്ലാം വളരെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതിൻ്റെ രഹസ്യം നമ്മൾ ഉപയോഗിച്ച പൊടിക്കൈകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ച നമ്മുടെ വീട്ടിലെ 10 മണി പൂക്കൾ. അപ്പോൾ എന്ത് ഉഷാറായിട്ട് അവർ നിൽക്കുന്നത്, എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. നിറയെ മുട്ടുകളും പൂക്കളും, പൂവൊക്കെ ആണെങ്കിൽ നിറയെ ഇതളുകളായിട്ട് നല്ല തിങ്ങിയാട്ടോ നിൽക്കുന്നത്. നല്ല വലിപ്പമുണ്ട് പൂക്കളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 വെറൈറ്റിയേ ഉള്ളൂ, വൈറ്റും പിങ്കും. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വേറെ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് വേരുള്ളവർ നമുക്കത് കളക്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളതാണ്. അപ്പം ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ 10 മണി പൂക്കളെ നിങ്ങൾക്ക് ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ ഈ ഉള്ളിയും സവോളയും ഇല്ലാതെ നമ്മൾ ഒരു കറിയും വെക്കില്ലല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്നതാണിത്. ഇതിൻ്റെ തൊണ്ട് കിട്ടാൻ നമുക്കൊരു ക്ഷാമവുമില്ല. അപ്പോൾ ഇനി മുതൽ ഈ തൊണ്ടുകളൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല, സൂക്ഷിച്ച് വെച്ചേക്കുക. ഞാനിപ്പോൾ യോഗത്തിൻ്റെ ഒരു ബാസ്ക്കറ്റിൽ ഈ ഉള്ളിയുടെയും സവോളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ ആവശ്യത്തിന്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അടച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ലുണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അവർ തട്ടാതെയൊക്കെ ഒന്ന് നന്നായി സൂക്ഷിച്ച് നീക്കി വെച്ചേക്കും കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് മുട്ടത്തൊണ്ടാണ് നമുക്ക് വേണ്ടത്. മുട്ടത്തൊണ്ട് നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ ഇനി തൊണ്ടൊന്നും കളയണ്ട, എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചോളൂ. മുട്ടത്തൊണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കൈ വെച്ച് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ, ഒന്ന് ക്രഷായി കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെയായിട്ട് ചെടിയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ മുട്ടത്തൊണ്ട് നമ്മുടെ വീട്ടിലും ഒരു കറ്റാർവാഴയുണ്ട്, അതിനും ഞാൻ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കറ്റാർവാഴയ്ക്ക് വേറെ ഒരു ഗുണം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ചായയുടെ മട്ട്. അത് നമ്മൾ ചായക്കൊറ്റെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്താലും കറ്റാർവാഴ വളരെ നന്നായി തഴച്ച് വളരുന്നത് കാണാം. അതൊരു ടിപ്പ് കൂടിയാണ്. ഇതൊന്ന് നമ്മൾ ബാക്കിയുള്ള ചെടികൾക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അടുത്തത് നമുക്ക് വീണ്ടും നമ്മുടെ സവോള അത് നോക്കാം. 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ ചണ്ടി എല്ലായിടത്തും മാറ്റണേ. ഞാനൊരു സ്പൂണും ഫോർക്കും വെച്ചിട്ട് ചണ്ടി എല്ലായിടത്തും മാറ്റുവാണ്. അപ്പം കാരണം ഇതോടുകൂടി ഇത് ചണ്ടി വെച്ച് നമുക്ക് ഒഴിക്കാനും വെള്ളം ഒഴിക്കാനും പാടാണ്. മാത്രമല്ല ഈ ചണ്ടി ചെടിയുടെ കടയ്ക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിയുടെ കട ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മോയ്സ്ചർ കൂടുതലായ കാരണം ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ചണ്ടി എന്തായാലും നിങ്ങളെടുത്ത് മാറ്റിക്കോളൂ. കുറച്ച് കിടന്നാലും കുഴപ്പമില്ല. ഈ വെള്ളം നോക്കി നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ സവോള എല്ലാ സ്ഥലത്തും എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ കളർ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഈ രീതിയിൽ വെള്ളം നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചെടിക്ക് ഒഴിക്കാവുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ സവോളയുടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് നമ്മുടെ ചെടി വരും. മുട്ടയുടെ തൊണ്ട് നമുക്ക് ഒരു 3 മാസം കൂടുമ്പോൾ പ്രാവശ്യം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഈ രീതിയിൽ നമ്മൾ 2 ടിപ്സ് നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ ഉഷാറായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ടിപ്സ് നിങ്ങളും പ്രയോഗിക്കാൻ മറക്കണ്ട. പ്രയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ നല്ല രീതിയിൽ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ തവണ പൂക്കളും മുട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. 10 മണി പൂക്കൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തളർത്ത് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.